പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 14 ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവർ, എത്ര അത്ഭുതകരമായിട്ട് 13 ചൊവ്വാഴ്ച പകൽക്കാലം കർത്താവ് നമ്മളെ കരുതിയത്. ആ കരമുയർത്തി അതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞുകൂടെ? എല്ലാവരും ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ സ്തോത്രം, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ ഈ പ്രഭാതം ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രയാഗം അർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. 42-ാം സങ്കീർത്തനം പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. നമുക്ക് ഈ സമയം പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമേൻ കർത്താവ് തന്നിരിക്കുന്ന സമയമാണ്. ഇടിവിൽ നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാവിലെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ഈ കുഞ്ഞുങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതത്തിൻ്റെ പകലെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. അങ്ങ് പറഞ്ഞു, അങ്ങേക്ക് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഇന്ന് ഞങ്ങൾ അതും ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അങ്ങയുടെ തിരുവെഴുത്തിൽ പറഞ്ഞു, അങ്ങ് എല്ലാ രോഗത്തിനും വൈദ്യനാണ്. ഇന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവേ, ബുദ്ധിമുട്ടുകളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. രോഗത്തിൻ്റെ പല കാഠിന്യങ്ങൾ അനുഭവിക്കുന്നവർ, പല സ്റ്റേജുകളിലായിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ ഇന്ന് ആമേൻ സ്കാനിങ് ചെയ്യുന്നവർ, മറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നവർ, കർത്താവെ ബ്ലഡ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ബയോപ്സി റിപ്പോർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെ ആമേൻ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയരായിരിക്കുന്നവരും വിധേയരാകാൻ പോകുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ടെസ്റ്റുകളും നോർമലായിത്തീരട്ടെ. എല്ലാ ടെസ്റ്റുകളും നോർമലായിത്തീരട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. ആമേൻ. ആന്തരിക അവയവങ്ങളുടെ ഫംഗ്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ പെർഫെക്റ്റായിട്ട് നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യമുള്ളവരായി ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മാറുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ആമേൻ സാമ്പത്തിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ജോലിയില്ലാത്തവരെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങെല്ലാത്തിനും മതിയായ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9
9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. വലിയ അനുഗ്രഹമായി തീരുവാൻ, ആമേൻ, അനേകരുടെ വിടുതലിന് കാരണമാകുവാൻ, അനേകർ ആശ്വാസം പ്രാപിക്കുവാനൊക്കെ ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമാകുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയണം. നിങ്ങളെല്ലാവരും വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം കേട്ടോ, മറക്കല്ലേ. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായ ഉണർവിന് അത് കാരണമായി തീർന്നു. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തിക്ക് അത് കാരണമായി തീർന്നു. ആത്മാവിൻ്റെ വലിയ പകർച്ചയ്ക്ക് കാരണമായി തീർന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടുകയേ അരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, അല്ലെങ്കിൽ യഹോവ ഭയത്തോടുകൂടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ഇത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു വാക്യമാണ്. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. ആമേൻ. ഒരു അതിശക്തമായ ഒരു വചനമായിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു എൻകറേജ്മെൻറ്റ് നമുക്ക് തരും. എന്തുവാ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ട്, ആമേൻ, നമ്മൾ ചുറ്റും നോക്കുകയും നിരുത്സാഹപ്പെടുകയും ചെയ്യുന്നത് എളുപ്പമാണ്. നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവൻ അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവത്തെ വിളിക്കാത്തവൻ ഉയർച്ച പ്രാപിക്കുന്നു, ദൈവത്തെ വിളിക്കാത്ത കൂടെ ജോലി ചെയ്യുന്നവന് പ്രമോഷൻ കിട്ടുന്നു, അവന് പലതും നല്ലതായിട്ട് ലഭിക്കുന്നു. നമ്മൾ ചർച്ച വിളിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടും ഒന്നും വരാത്ത പലരും അനുഗ്രഹിക്കപ്പെടുന്നു. അവർക്ക് നല്ല ഉന്നമനം ഉണ്ടാകുന്നു, അവരുടെ മക്കൾക്ക് ഉന്നമനം ഉണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പാപികളോട് അസൂയപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കരുത്. ഹല്ലേലൂയ. അവരോട് അസൂയപ്പെടരുത്. അവരുടെ വിജയം താൽക്കാലികമാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തോടൊപ്പം നടക്കുന്നവരുടെ സമാധാനവും പ്രതിഫലവും വലുതുമാണ്, ശാശ്വതവുമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. നമ്മൾ പറയത്തില്ലേ, പള്ളിയിലും പോരുന്നില്ല, പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല, പക്ഷെ അവനൊരു കുറവുമില്ല, അവനൊരു കുഴപ്പമില്ല, അവൻ വെച്ചടി കയറ്റമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ വേദപുസ്തകം നമ്മളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന ഉയർച്ചയും സമാധാനവും ശാശ്വതവും, ദൈവം കൂടാതെ ലഭിക്കുന്ന സകലതും താൽക്കാലികവുമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അസൂയപ്പെടരുത്. അവർക്ക് ഉയർച്ച പ്രാപിക്കുന്നത് കണ്ട് നിരാശപ്പെട്ടു പോകണ്ട. നീ എപ്പോഴും യഹോവ ഭക്തിയോടുകൂടെ നടക്കുക, അല്ലെങ്കിൽ ദൈവഭയത്തോടുകൂടെ നടക്കുക. ആമേൻ. അതാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭയത്തോടുകൂടെ ഇരിക്കുക. ഭക്തി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഭയത്തോടുകൂടെ ഇരിക്കുക. കർത്താവിനെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഭക്തിയോടെ കർത്താവിനെ ബഹുമാനിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക എന്നാണ്. ആമേൻ. വെള്ളിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ മാത്രം ആമേൻ ദൈവസഭയിലേക്ക് പോയി കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറാതെ, എല്ലാ കാര്യങ്ങളിലും, ജോലിയിലായാലും തീരുമാനങ്ങളിലായാലും ബന്ധങ്ങളിലായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് വിഷയങ്ങളുടെ മുമ്പിലായാലും ദൈവഭയത്തിൽ ദൈവത്തോടൊപ്പം നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി മാറുക. എന്നിട്ട് പറയുക, നിശ്ചയമായും മൂന്നാമത്തെ നമുക്ക് അതിനകത്ത് ലഭിക്കുന്ന പ്രചോദനം എന്തോ? ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പം ഈ ദൈവഭയത്തിൽ ജീവിക്കുന്നതിന്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ഒരു പ്രതിഫലം നിശ്ചയമായും ദൈവം തരും കേട്ടോ. സഹോദര, അത് മറന്നു പോകല്ലേ. സഹോദരി, നിങ്ങളത് മറന്നു പോകല്ലേ. ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ഇറ്റേണൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നതിനും കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനും ഒക്കെ ആമേൻ, അതിന് നിശ്ചയമായി നമുക്ക് എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അനുസരിച്ച് ജീവിക്കുക. നിശ്ചയമായ ഒരു ഹാർവെസ്റ്റ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന സമയത്താകണം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല. ഒരു പക്ഷേ നിശ്ചയമായും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണെങ്കിലും അവൻ നനയ്ക്കാത്ത സമയത്താണെങ്കിലും ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, പാപികളുടെ വഴിയിലേക്ക് നോക്കരുത്. യഹോവയിൽ എപ്പോഴും പ്രത്യാശ വെച്ച് വിശ്വസിച്ച് ഭയത്തോടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുക. പ്രതിഫലമുണ്ട്, നിശ്ചയം. ഈ വാക്യത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്യം കാണാതെ പഠിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി blessed and highly favored. God bless you. God bless you. God bless you.